ഹലോ, ഞാൻ സുനി സജീവ്, രേവതി ബ്യൂട്ടി പാർലർ, മൂവാറ്റുപുഴ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ. യേശുവിനെ നന്നയിച്ചു പോയ സമാധാനം നിങ്ങളുടെ കുടുംബങ്ങളുടെ എന്റെ കുടുംബത്തിലൊക്കെ വാഴട്ടെ. ക്രിസ്തുയേശുവിൽ നമ്മുടെ മക്കളൊക്കെ പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട് അവർ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ലോകപ്രശസ്തരാകട്ടെ. ഞാൻ ഇങ്ങനെയൊക്കെയായിട്ട് പ്രാർത്ഥിക്കണേ. നമ്മള് നമ്മുടെ ചുറ്റുപാടനുസരിച്ച് ചിന്തിക്കുമ്പോൾ യേശുബ്രാൻ അങ്ങനെയല്ലല്ലോ. നമ്മൾ നനയ്ക്കുന്നതിനെയും ചിന്തിക്കുന്നതിനേക്കാളും മനോഹരമായിട്ട് നമ്മളെ അനുഗ്രഹിക്കണേ. ക്രിസ്തു യേശുവിന്റെ പുറകെ നമ്മൾ പോണേ. ഹാപ്പി ക്രിസ്മസ്. ക്രിസ്തുമസ്, ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മളിൽ ജനിക്കുമ്പോൾ സന്തോഷം. അതങ്ങനെയാണ്. സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ, എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പിൻ. ഈ വചനം നിങ്ങളുടെ കുടുംബങ്ങളിൽ ക്രിയ ചെയ്യട്ടെ, എന്നിലും ക്രിയ ചെയ്യട്ടെ. ആ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിച്ച് ജനിച്ചാൽ നമ്മൾ പുതിയ സൃഷ്ടിയാകും. അതാണ് ഈ ക്രിസ്തുമസിനോടനുബന്ധിച്ച് ന്യൂ ഇയർ വെച്ചേക്കണേ. അപ്പൊ യേശു ജനിക്കുന്ന ഒരുത്തിന് പുതിയ വർഷമാണ്, ജീവിതവും പുതിയതാകും, അവന്റെ പാതയെല്ലാം പുതിയതാകും. അപ്പൊ ആ ക്രിസ്തു ഹൃദയത്തിൽ ജനിക്കട്ടെ. ക്രിസ്തുമസിന്റെ ആഘോഷങ്ങളൊക്കെ അതല്ല, ഈ തവണ ഒരു പുതുമയുണ്ടാകട്ടെ. അപ്പൊ ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാവേ. എഫേസ്യർ 1:4. ഇതെന്നെ അത്ഭുതപ്പെടുത്തിയ വചനാട്ടോ. നമ്മൾ ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്, ഇതിലെ വിശുദ്ധന്മാരെയാണ് പറഞ്ഞേക്കണേ നോക്ക. നമ്മൾ ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുയേശുവിൽ തെരഞ്ഞെടുത്തു. അപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പ് ലോക സ്ഥാപനത്തിന് മുമ്പേ നടന്നിരിക്കുന്ന നമ്മൾ അന്നും ഉണ്ട്. ഇന്ന് നമ്മൾ ക്രിസ്തുയേശുവിനോട് കൂടെ ഉണ്ട്. നമ്മളെ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നതാണ്. ലോകം സ്ഥാപിച്ചിട്ട് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ക്രിസ്തുയേശുവിനെ നമ്മുടെ ഉള്ളിൽ വസിച്ച് ലോകത്തെ ആസ്വദിക്കാനും ലോകത്തെ സ്നേഹിക്കാനും കാണാനുമാണ്. അപ്പോ എല്ലാരെയും സ്ത്രീകളിൽ കൂടിയാട്ടോ ലോകത്തിന്റെ സമാധാനവും സന്തോഷവും ഒക്കെ ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം സ്ത്രീയുടെ സന്തതി, സ്ത്രീക്ക് ഭയങ്കര ഇമ്പോർട്ടൻസാ. സ്ത്രീയുടെ സന്തതി പിശാചിന്റെ തലതകർക്കും. പുരുഷന്റെ സന്തതി എന്നല്ലോ എഴുതിയേക്കണേ, സ്ത്രീയുടെ സന്തതി. അപ്പൊ സ്ത്രീയുടെ അതിലാണ് ലോകത്തിന്റെ സമാധാനം. നമ്മുടെ മക്കളെ ക്രിസ്തുയേശുവിൽ വളർത്തിയാൽ ദൈവരാജ്യം ഇപ്പൊ തന്നെ നമുക്ക് ലോകത്തിൽ അനുഭവിക്കാം. എല്ലാ സ്ത്രീകളും ഒറ്റ മനസ്സിൽ ചിന്തിച്ചാൽ മതി. നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബത്തിനും അനുഗ്രഹമാകും, ലോകത്തിനും അനുഗ്രഹമാകും, നമുക്കും നന്മ കാണാൻ അനുഭവിക്കാം. അപ്പൊ എപ്പോഴും ഓർത്തോ, മക്കളെ നമ്മളും ക്രിസ്തുയേശുവിൽ ജീവിക്കുക. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ? മുടിയുടെ കുറേ ഹെയർ മേക്ക് ഓവറാണ്. അത് പറയുമ്പോ എപ്പോഴും ഓർക്കട്ടെ, എല്ലാരും ചെയ്യണ്ടേ. ഇനി കുറെ കഴിയുമ്പോ പല്ല് കെട്ടുന്ന പോലെ എല്ലാരും മുടി ചെയ്യും. കാരണം ഈ കൂടെയൊക്കെ പൊങ്ങി അത് ഹെയർ മേക്ക് ഓവർ ഒരു ഇതാ. അപ്പൊ എനിക്കൊക്കെ ഒന്നുമില്ല മേക്കപ്പ് ചെയ്യാൻ. ഞാൻ ഈ വീഡിയോ പിടിക്കുമ്പോ കണ്ണിന്റെ മൂലയൊക്കെ ഒന്ന് ചുമ്മാ ജസ്റ്റ് ചെയ്തു. ഒരു മാക്കിന്റെ പെൻസിൽ കൊണ്ടിരുന്നത്, അതുകൊണ്ട് ഇങ്ങനെ കാണിക്കും. പിന്നെ ഓക്കെ എല്ലാം അത്രേ ഉള്ളൂ. ഹെയർ ഇങ്ങനെ കിടക്കുമല്ലേ, അത് കാരണം ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി. ഹെയർ ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഹെയർ മേക്ക് ഓവർ നമ്മുടെ സ്റ്റൈല് മാറ്റും കേട്ടോ. അപ്പൊ എല്ലാരും ഏത് രീതിയിൽ അടിവളച്ച്, ഈ ഉള്ളു ഇങ്ങനെ നന്നായിട്ട് തിക്കൊക്കെ ഉണ്ടെങ്കിൽ അടിവളച്ച ഭംഗിയുള്ളൂ. വോളിയം തോന്നിക്കുന്ന രീതിയിലും എന്ത് രീതിയിൽ വേണമെങ്കിലും അധികം നിവർത്താണ്ടും ഒക്കെ നമുക്ക് ഹെയർ ചെയ്യാം. അപ്പോ ഈ ഹെയർ ചെയ്തിട്ട് നിങ്ങൾ മുടി പോകുന്നുള്ള ചിന്തയുള്ളവര് ഹെയർ ചെയ്യണ്ട. കാരണം ആ ചിന്ത ഉള്ളിൽ നിന്ന് കളയാണ്ട് ഹെയർ ചെയ്ത ടെൻഷൻ കയറും. മുടി അല്ല ഇത് ചെയ്യാത്തവർക്കുടെ മുടി പോണില്ലെന്നൊന്ന് ചിന്തിച്ചു നോക്കാം. പണ്ടത്തെ നമ്മുടെ അമ്മമാരൊക്കെ കുഞ്ഞു തുത്തുമായിട്ട് പോറില്ല, അവർക്ക് പണ്ട് പനൻകൊല പോലെ മുടിയുണ്ടായിരുന്നു. എന്റെ ഫ്രണ്ട്സൊക്കെ ഞങ്ങൾ കോളേജിലെ റിയൂണിയനൊക്കെ ചെയ്തപ്പോൾ എല്ലാവർക്കും മുടിയില്ല. അവരുടെ പണ്ട് ഇത്രയും മുടിയായിരുന്നു. അപ്പൊ എനിക്കും അങ്ങനെയായിരുന്നു. പക്ഷെ എനിക്ക് മാത്രമേ ഇപ്പൊ നന്നായിട്ട് മുടിയുണ്ട്. അപ്പൊ നമ്മള് എപ്പോഴും നമ്മൾക്കുടെ ആരോഗ്യം, ഞാൻ വിറ്റാമിൻ ഗുളികയൊക്കെ കഴിക്കട്ടെ, ഇപ്പൊ കഴിച്ചോളൂ അയൺ ഗുളികയും ഓമേഗയും. അപ്പൊ വിറ്റാമിൻ ഗുളിക കഴിച്ചാൽ നിങ്ങളുടെ ഹെൽത്തിന് നല്ലത്. ഇപ്പൊ അതിൽ ഏറ്റവും മക്കളുടെ ഹെൽത്ത് ശ്രദ്ധിക്കണം കേട്ടോ. ന്യൂജെൻ അപ്പടിയും വൈറ്റ് ഹെയർ വരും കേട്ടോ. അത് ഭയങ്കര പ്രശ്നമാട്ടോ. നമ്മൾ ഭാഗ്യതരാന്ന് പറയും, അതൊന്നുമല്ല. അത് സ്റ്റാർട്ട് ചെയ്താൽ പിള്ളേരുടെ ഭംഗി എല്ലാം പോകും. അപ്പൊ അമ്മമാരുടെ ബർത്ത് ശ്രദ്ധിക്കുക. പിള്ളേരെ ഇടയ്ക്കൊക്കെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അവർ പ്രായം കുറവല്ലോ നോർത്ത് കുഴപ്പമില്ല, നമ്മുടെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. D3 ഉണ്ടോ, ഹീമോഗ്ലോബിൻ ഉണ്ടോ, എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്തേരെ. അപ്പം എല്ലാം അപ്പൊ ആരോഗ്യമൊക്കെ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ട് പണ്ടത്തെ കാലത്തായിട്ടൊക്കെ നമുക്ക് തിരിച്ചു പോകാം. അങ്ങനെയൊക്കെ ഫുഡ് ഭയങ്കര വിറ്റാമിൻ ഗുളിയൊക്കെ കൊടുക്കണം. ഫുഡ് കഴിച്ചിട്ട് നല്ല നാടൻ പച്ചക്കറി, ഇറച്ചി, മീൻ കഴിച്ച് എനിക്ക് ഹീമോഗ്ലോബിൻ ഒന്നും കുറവാ. ഞാൻ മൾട്ടി വിറ്റാമിൻ കഴിക്കുമ്പോൾ എനിക്ക് ഓക്കെ ആവുള്ളൂ. അപ്പൊ ഫുഡിൽ നിന്ന് കൺവേർട്ട് ആകണമെന്നില്ല. അപ്പൊ എല്ലാം നിങ്ങൾ നന്നായിട്ട് ഹെൽത്ത് ശ്രദ്ധിക്കുക. ദൈവം തന്നതിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുക. ഇത് വിലയേറിയതാണ്.
ദൈവത്തിന് വസിക്കണം വിശുദ്ധ മന്ദിരമാണ്. നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കണം. നമ്മളെ ദൈവത്തിന്റെ സ്വരൂപത്തോടുകൂടി നമ്മളെ സൃഷ്ടിച്ചേക്കണേ ദൈവത്തിന്റെ മുഖഛായയിലാണ്. അപ്പൊ നമുക്കുടെ സാഹചര്യത്തിന്റെ പ്രശ്നത്താലുമാണ് നമ്മളെ ഭംഗിയൊക്കെ പോണത്. ദൈവം സൃഷ്ടിച്ചപ്പോ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ ഇരുന്നേ. അപ്പൊ നമുക്കുടെ എല്ലാം ശ്രദ്ധിക്കണം. സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ നമ്മുടെ ഹെൽത്താട്ടോ മക്കളുടെ അസറ്റ്. മക്കൾക്ക് വേണ്ടി ഓടി നടന്ന് അങ്ങനെ ചത്തു കിടന്ന് പണിയുമ്പോൾ ഹെൽത്ത് നോക്കിയില്ലെങ്കിൽ മക്കളുടെ അസറ്റ് നമുക്ക് ആരോഗ്യം ഉണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാം. നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ മക്കൾ നമ്മളെ നോക്കുന്ന ആരും ഓർക്കണ്ട. അപ്പൊ നമുക്ക് മൊത്തം പ്രശ്നമാകും, മക്കളോട് ദേഷ്യമാവും. അപ്പൊ എല്ലാവരും യേശുവിനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ മുളെ മുടി ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. ഈ മുടി ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. കാണുമ്പോൾ അവർക്ക് സിൽക്കി ഹെയർ ആണ്. ചെടിയുണ്ട്, കേളിയാണ്. കേളി ഹെയർ വന്നു. ഒത്തിരി കേളിയൊന്നും അല്ല. അപ്പൊ ചെറിയൊരു കേള അടി വരുത്തിയാലും കുഴപ്പമില്ലെന്നാ പറഞ്ഞേ. അപ്പൊ നമുക്ക് നോക്കാം. യേശുവിന്റെ കൃപയാല് ഇത് അതിമനോഹരാകണ കാഴ്ച കാണാട്ടോ. ഇതിപ്പോ കണ്ടല്ലോ അല്ലേ, മുടി കണ്ടല്ലോ. അപ്പൊ ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോ ഈ മുടി പരസ്യത്തിന് വെല്ലണ പോലെ ആവുന്നത് യേശുവിന്റെ കൃപയാൽ കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കും എനിക്കും ഉണ്ടാകട്ടെ. ചോറ് കഴിഞ്ഞോട്ടെ. ഈ മോക്കടെ ആ മുടിയാണ് മുടിക്ക് വേണ്ട ഉള്ളു തോന്നിക്കണല്ലേ. ഈ ഹെയർ റിലാക്സിങ്ങിന്റെ ഗുണമെന്ന് വെച്ചാൽ ഇവിടുത്തെ പോലെ തന്നെ ഇവിടെ ഉള്ളു തോന്നിക്കും. ഇവിടെ ഉള്ളു തോന്നിക്കണില്ലേ നോക്കിക്കേ. പിന്നെ ഈ മുടിയൊക്കെ സത്യം പറയാൻ ഒട്ടും പ്രായമൊന്നുമില്ല. എനിക്കിപ്പോ വൈറ്റ് ഹെയർ ഒക്കെ ഉണ്ട്. അതൊക്കെ പ്രായമായില്ലേ. അപ്പൊ ഞാൻ ഓർക്കുക, അപ്പൊ പ്രായമൊന്നും അങ്ങനെയൊന്നുമില്ല. പണ്ടത്തെ കാലത്ത് 60 വയസ്സൊക്കെ ആകുമ്പോൾ അന്ന് നരക്കണത്. ഇപ്പൊ കല്യാണപ്പിള്ളേർക്കൊക്കെ അറിയാം. ആർക്കും ഒരു കൂസലില്ല. പക്ഷെ ഇപ്പൊ ഈസി ആയിട്ട് ഇരിക്കും കേട്ടോ. കളർ ചെയ്ത് തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ വിഷമം അറിയണം. ഫ്രണ്ടിലൊക്കെ വൈറ്റ് ഹെയർ വരുമ്പോ മാസത്തിൽ 2 പ്രാവശ്യം കളർ ചെയ്ത് എന്ത് തലവേദന അറിയാം. മൾട്ടിവിറ്റാമിൻ ഗുളിക കഴിക്കുക. അതൊക്കെ വൈറ്റ് ഹെയർ ഒക്കെ അങ്ങ് മാർക്കോളും. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് കെയർലെസ് ആയിക്കാണ്ട് ചെയ്ത് കണ്ടോ. എന്റെ ഉള്ളിലതേ ഇതാണ് ഹെയർ റിലാക്സിങ്ങിന്റെ ഗുണം. ഇതിനോട് അടി കേളാക്കണം പറഞ്ഞിട്ട് കേളാക്കിച്ചില്ല കേട്ടോ. ഈ കേളുള്ളവർക്കാർക്കും കേള് വേണ്ട, നിങ്ങൾക്ക് നോർന്നാ മതി. അപ്പൊ കേള് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അതേ കേളൊന്നുമില്ല. സൂപ്പറായിട്ട് ഇത്രയേ ഉള്ളില് നിങ്ങൾ കണ്ടാൽ ആദ്യത്തെ മുടിയുടെ ഉള്ള യേശുവിന്റെ കൃപയാല് നല്ല തിക്ക് വെച്ചില്ലേന്ന് നോക്കിക്കേ. എനിക്ക് പോലും അതിശയം. നല്ല തിക്ക് വെച്ചു കേട്ടോ, നല്ല തിക്ക്. അപ്പൊ ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇഷ്ടപ്പെട്ടു തല കുലുക്കിട്ടോ. ശരി എന്നാ. ഈ മോള് ഹെയർ മേക്ക് ഓവറിന് വന്നതാണേ. അപ്പം ഇതിന്റെ മുടി കാണാട്ടോ. ഇതിന്റെ മുടിയൊന്ന് നോക്കാം. അപ്പോൾ പുറകെ കണ്ടു കഴിയുമ്പം ഇതാണ് മുടിയുടെ അവസ്ഥ. യേശുവിൻ്റെ കൃപയാൽ ഇത് അതിമനോഹരാകുന്ന കാഴ്ച നമുക്ക് കാണാം. അതിമനോഹരാകുന്ന കാഴ്ച. ഇതിൻ്റെ തലയോട്ടിയൊക്കെ കണ്ടല്ലോ അല്ലേ. ചെയ്ത് കഴിയുമ്പോൾ കണ്ടോട്ടോ. ഫുള്ളിങ്ങനെ കണ്ടോ. ഇത് മുടിയൊക്കെ മറിച്ച് നല്ല സൂപ്പറായിട്ട് ഇങ്ങനെയുള്ളവരെല്ലാം ഇത് ചെയ്യാൻ വന്നേരെ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കണ്ടല്ലോ. ആദ്യത്തെ കണ്ടോ. ആദ്യം ഇതിന് മുടി കണ്ടായിരുന്നല്ലോ. ഇപ്പൊ നിനക്ക് വിശ്വസിക്കാൻ പറ്റണ്ടോ? കൊച്ചിനെ വിശ്വസിക്കാൻ പറ്റില്ല. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ആള് മാറുന്നത് ഇത്രയും ഒരു സാധനം കുളിപ്പിട്ടുകൊണ്ട് വന്നാ ഇപ്പൊ പനങ്കളിയ ഇങ്ങോട്ട് നോക്കാം. ഒന്നും ചെയ്തില്ല. നമ്മൾ കഴുകി ഡ്രയർ വെച്ച് ഉണങ്ങിയിട്ടുണ്ട്. ഒന്നും ചെയ്തില്ല. ഇനി ഇത് ഞാൻ പറയുന്ന പോലെ തന്നെ മൾട്ടിവിറ്റാമിൻ ഗുളിക വെച്ച് ആഫ്റ്റർ കെയർ ചെയ്ത പനങ്കളിയാവും. മുടിയില്ലാന്ന് പറഞ്ഞ് ദുഃഖിക്കണ്ട ആരും. മുടി എന്ന് പറഞ്ഞ സംഭവം നാക്കൊക്കെ പോയാ നമ്മൾ മരിച്ചു ഇനി സെക്കൻഡിലൂടെ അത് നീളുന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പം കണ്ണാടിയിലൊക്കെ നോക്കുമ്പോ മുടി ഇങ്ങനെ ഇട്ടിട്ട് നോക്കണേ. ഇവിടെ ഇങ്ങനെ പുറകോട്ട് വെക്കരുത്. ഇങ്ങനെ ഇപ്പൊ മുടി വേണ്ടതായില്ലേ. നോക്കോ, മുടി ഉള്ളൂ. ഇഷ്ടപ്പെട്ടോ? ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. ഇത് ഈ കൊച്ചു സ്ലൈഡൊക്കെ വലിച്ചു കൊടുക്കാനായിട്ട് ഞാൻ മേടിച്ചു കേട്ടോ. ഇതിന് വേദന ഇട്ടല്ല, പ്രായം ഒട്ടുമില്ലാത്ത കൊച്ച. പക്ഷെ ഇത് കാര്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അത് വല്ല വെട്ടി പച്ച വെള്ളാക്കി വയ്ക്കണം. അത്ര നമുക്ക് പ്രൊസി അത് ഇങ്ങോട്ട് നോക്കി. അതിന്റെ അമ്മ ഇവിടെ ഇല്ല. അപ്പൊ മെയിന്റനൻസിനൊക്കെ തണുത്താണല്ലേ. അപ്പൊ ഇതങ്ങ് ഇങ്ങനെ ചെയ്തിട്ടാ കൊച്ചിന് എളുപ്പമാകുമല്ലോ. ഇതിങ്ങനെ ചെയ്യാണ്ട് പറ്റില്ലല്ലോ. അയ്യോ. അപ്പം 4 മണിക്കൂർ കഴിയുമ്പോൾ അതിമനോഹരമാവുന്ന കാഴ്ച യേശുവിന്റെ കൃപയാ കാണാൻ പറ്റും.
ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് മുടിയൊന്നും കണ്ടോ കേട്ടോ. സോഫ്റ്റ് ആയിട്ട് സൂപ്പറായി. മറ്റേ മോള് വന്നപ്പോ സ്ലൈഡൊക്കെ ഇങ്ങനെ വലിച്ചു ഇറക്കി പറഞ്ഞത് ദൈവമേ കുഞ്ഞിക്കൊച്ച. അപ്പൊ അതിന് പറ്റുന്നില്ല മുടിയിലെ ചെലവെടുത്താൻ. പിന്നെ അമ്മ ഇവിടെ ഇല്ല. അപ്പൊ ഒന്നും ഇങ്ങനെ ശ്രദ്ധിക്കാനൊന്നും അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ അമ്മമാര് എല്ലാരും തന്നെത്താൻ ഒക്കെ. ഞാൻ എന്റെ കുഞ്ഞിലേ മുതൽ മുടിയൊക്കെ തന്നെ കെട്ടലൊക്കെയാണ്. അപ്പൊ പിള്ളേരെപ്പോഴും സ്വന്തം കാര്യം നോക്കണ്ടേ. ഇപ്പൊ മുടി ഭയങ്കര സോഫ്റ്റ് ആയി, നല്ല മനോഹരായി. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം? കൊച്ചിന് ഇഷ്ടപ്പെട്ടു. കൊച്ചിന് ഭയങ്കര സന്തോഷമായി. തൊട്ട ഇങ്ങനെ പോരുക. നല്ല ഉള്ളുണ്ട്. ഞാൻ ഷാമ്പൂ കണ്ടീഷണർ സിറമൊക്കെ ഇട്ട് സൂപ്പറായിട്ട് മുടിയൊക്കെ കൈകാര്യം ചെയ്തോളാണ് കൊച്ചു പറഞ്ഞേക്കണേ. ശരിയത്. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. ഈ മുടി ഇപ്പൊ കഴിയില്ലട്ടോ. ചെമ്പരത്തിത്താളി എണ്ണയുടെ ആളാട്ടോ. അത് കാരണം ശാന്തശീലമായിട്ടിരിക്കുന്ന ഈ മുടി നല്ല ഫ്രസിയാണ്. കാണുമ്പോ ഒരു സോഫ്റ്റ് ഇങ്ങനെ തോന്നിക്കുമെങ്കിൽ വേണമെങ്കിൽ എന്റെ കൈ ഇങ്ങനെ തൂക്കിയിടാട്ടോ. പക്ഷെ ആ കൊച്ചിന്റെ തല വേദനയെടുത്താലോ. നല്ല കനമുള്ള കൈയാലോ. അതുപോലെ ഫ്രസിയാണ്. അത് എണ്ണ ഉണ്ടായിട്ടൂടെ. അപ്പൊ പൊട്ടല് കുഞ്ഞി പ്രായം കുറഞ്ഞ കൊച്ച. ഇത് നമ്മള് ശരിക്കും ശ്രദ്ധിക്കണം. നമുക്കടെ ഡ്രൈനെസ് മാറണം. ചെമ്പരത്തിത്താളി തേച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിന് ഡ്രൈനെസ് ഉണ്ടെങ്കിൽ അറിയാലോ. ചെമ്പരത്തിത്താളി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഷാമ്പൂ കണ്ടീഷണറോടെയാണ്. എണ്ണയും ചെമ്പരത്തിത്താളി എന്നൊക്കെ പറഞ്ഞാൽ സോഫ്റ്റ് ആകും. മുടി ഇങ്ങനെ ഒഴുകണ പോലെ ആകും. പക്ഷെ ആ ഇതെന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലത്തെ ഡ്രൈനെസ് ആണ്. അപ്പൊ നമ്മൾ omega-3 ഡ്രൈനെസ് മാറാൻ ഡോക്ടറോട് ചോദിക്കുക. മൾട്ടി വിറ്റാമിൻ സിങ്കോവൈറ്റ്, അയൺ കുറവുണ്ടെങ്കിൽ അയൺ ഗുളിക കഴിക്കണം, കാൽസ്യം കുറവുണ്ടെങ്കിൽ കാൽസ്യം ഗുളിക കഴിക്കണം. ഇത് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ ഒത്തിരി പേടിയാന്ന് പറയുന്നത്. കുറെ പേര് വിറ്റാമിൻ ഗുളിക കഴിച്ചാൽ വല്ലതും സംഭവിക്കും. അങ്ങനെ ഈ ഗർഭിണികളൊക്കെ വിറ്റാമിൻ ഗുളിക 9 മാസം കഴിച്ചിട്ട് അല്ല അവർക്ക് കൊച്ചുണ്ടാകാൻ അപ്പൊ അത്രയും ഇതൊന്നുമില്ലല്ലോ അവർക്ക്. അത് നമുക്ക് കഴിക്കണം. കഴിച്ചില്ലെങ്കിൽ കുഴപ്പം. കാണുന്ന അസുഖമൊക്കെ വരും. അപ്പം ഇത് ഇനി യേശുവിന്റെ കൃപയാല് ഇത് അതിമനോഹരമാവുന്ന കാഴ്ച കാണാം. പെർമനന്റ് ബ്ലോഡറായി വന്നു വെച്ചിട്ട് ഇങ്ങനെ വരുന്നവർക്കൊക്കെ നിവർന്നാ മതി. അപ്പൊ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ലെയറൊക്കെ അതൊന്നും സമ്മതിക്കുന്നില്ല. അപ്പോ എന്നാ ചെയ്യാൻ. അപ്പോ ഇതാക്കാം. കാണിച്ചു തരാവേ. അതിമനോഹരമായ കാഴ്ച കാണാൻ ഭാഗ്യം കിട്ടിട്ട് നമുക്ക്. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഇപ്പൊ ആദ്യത്തെ മുടി കണ്ടോ. അത് ചെമ്പരത്തിത്താളി തേച്ചു വന്നപ്പോഴുള്ള സോഫ്റ്റ്നെസ് ആണ് കേട്ടോ. കംപ്ലീറ്റ് പൊട്ടി 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 ഇങ്ങനെ എഴുന്നേറ്റിരിക്കുവായിരുന്നേ. മുടിയൊന്ന് അടുത്ത് കാണിച്ചോ. ഇപ്പൊ അതിനെ എല്ലാം ഒതുക്കി ഹെയർ റിലാക്സിങ് ആട്ടോ ചെയ്തേക്കണേ. ആർക്കും കേളൊന്നും അടി വേണ്ട. ഈ മോള് ലണ്ടന് UK പോകും. അപ്പൊ അവിടെയൊക്കെ ചെല്ലുമ്പോ ഇതൊരു ഗുണം. ഇങ്ങനെ അവിടെയൊക്കെ കൂടെ പൊട്ടി അങ്ങനെയൊന്നും അല്ല. അവര് ഹെയറും സ്കിന്നും ഒക്കെ നന്നായിട്ട് ഫോറിനേഴ്സ് നന്നായിട്ട് നോക്കും. അവരുടെ എല്ലാരും നോക്കും. സാമ്പത്തിക സ്ഥിതി അല്ലായാലും പ്രാധാന്യം അവരെല്ലാരും നോക്കും. നമുക്ക് അവരിങ്ങനെ ഒത്തിരി വേറെ ഒന്നുമല്ല നോക്കണേ. അതൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കും. നമ്മൾ ഡ്രസ്സിനും സ്വർണത്തിനൊക്കെ അല്ലേ പ്രാധാന്യം കൊടുക്കണേ. ഓർണമെന്റ്സ് ഒക്കെ 10 പവന്റെ മാല. പക്ഷെ അത് ഒരു അസറ്റാട്ടോ. വിദ്യാഭ്യാസപരമാരണം ഇത് ദൈവം നന്നാക്കണ ഈ അസറ്റിന്റെ എത്രയോ ഒന്നും ഒക്കൂല കേട്ടോ. അപ്പൊ ഈ അസറ്റൊക്കെ നന്നായിട്ട് പരിപാലിക്കണേ. അപ്പൊ ഇനി പരിപാലിച്ചാൽ മുടി ഉണ്ടായിക്കോളും. അപ്പൊ എനിക്ക് ഓരോ മുടി കാണുമ്പോ ഇവര് രണ്ടാമത് എന്റെ അടുത്ത് വന്ന് എനിക്കറിയാം ഇവർ എന്തൊക്കെയാ മുടിയെ ചെയ്താർന്ന്. അപ്പൊ വന്ന കൊച്ച് ഞാൻ തൊട്ട് മുമ്പുള്ള വീഡിയോ പറഞ്ഞ കൊച്ച് എല്ലാം ചെയ്താർന്ന്. എന്റെ മുടിയുടെ തിക്നസ് ഉണ്ടെന്ന് മനസ്സിലായി. എല്ലാരും വിറ്റാമിൻ ഗുളിക കഴിച്ചോളാം, സ്പാ ചെയ്തോളാം, ഷാമ്പൂ കണ്ടീഷണർ സിറം മേടിക്കാന്നൊക്കെ പറഞ്ഞാ പോണേ. രണ്ടാമത് റീയടിക്കാൻ വരുമ്പോ നമ്മളോട് മുടി സംസാരിക്കുക ഇവിടെ എന്തൊക്കെ ചെയ്തോണേ. അപ്പൊ അതുകൊണ്ട് ആവശ്യത്തിന് മുടിയില്ലേ, വേണ്ട മുടിയില്ലേ. ഈ മോക്കടെ കല്യാണം വരുക. മുഖം കാണിക്കില്ല. പക്ഷെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ കേട്ടോ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം കിട്ടാനും എല്ലാ നന്മയിലും മോള് പോകുന്നിടത്തും ഒക്കെ ക്രിസ്തുയേശുവിൽ ഒരു അനുഗ്രഹം ആകാനും ഒക്കെ നിങ്ങൾ ഈ മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ കേട്ടോ. മോളെ ഇഷ്ടപ്പെട്ടില്ലേ അപ്പം? ഈ മുടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു വർഷം മുമ്പ് ഈ മോള് ചെയ്യാന്നുള്ള അന്ന് ഈ മുടിക്ക് ആകെ ഉണ്ടാകുന്ന ഉള്ളാട്ടോ ഈ കാണുന്നത്. ഇതുണ്ടാകുന്നുള്ളൂ. ഇപ്പൊ തലയിലേക്ക് നിങ്ങൾ നോക്കി മുടി ഇത് ചെയ്താൽ ഉണ്ടാവൂ ഇല്ലെന്ന് നോക്ക്. വന്നേക്കണോ ഇത് കണ്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞു ഈ വീഡിയോ ഇടാം. നിറച്ച് മുടി ഉണ്ടായി. യേശുവിന്റെ കൃപയാൽ നിറച്ച് മുടി ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്ക് സ്പായൊന്നും ചെയ്തില്ല അല്ലെ? ചെയ്തോ. മൾട്ടി വിറ്റാമിനും സ്പായും ഒക്കെ ചെയ്ത് അനുസരണയുള്ള കൊച്ചാട്ടോ. അത് കാരണം എനിക്ക് ദൈവം ഇത്രയും മുടി കൊടുത്തിട്ടുണ്ട്. കേട്ടോ മുടിയൊക്കെ ഉണ്ടായി. ഇത് ചെയ്യുമ്പോ
നമുക്ക് മുടി ഉണ്ടാകും. ഇത് ഇനി റീൽ എടുക്കാൻ വരുന്നവരെ എല്ലാവരും പിടിച്ചു നിർത്തി ഞാനത് ചെയ്യാം കേട്ടോ. വീഡിയോ പിടിക്കാം. ഞാൻ റീൽ എടുക്കാൻ വരുന്നവരെ വീഡിയോ പിടിക്കാറിലാണ്. അപ്പൊ നിങ്ങൾക്ക് കണ്ടോ, ഇപ്പൊ ഇവിടം വരെ ഇത്രയും വെട്ടിക്കളഞ്ഞ നല്ല തിക്നെസ് ആയി. ഇപ്പൊ ഇങ്ങനെ വരുന്നവര് കുറച്ച് കഴിയുമ്പോൾ അറ്റം വെട്ടി പോണം. അപ്പൊ നല്ല തിക്നെസ് വരും. ഇത് ആദ്യത്തെ മുടിയാ. ഇത് ആദ്യം കാണുന്ന മുടിയുടെ ലെവലിൽ നിങ്ങൾ നോക്കാം. ഇപ്പൊ ഈ മുടിയുടെ വോളിയം നോക്കാം. ഇത് ചെയ്ത് കഴിയുമ്പോ ഒന്നുകൂടെ വീഡിയോ ഇടാം കേട്ടോ. അപ്പൊ പിന്നെ ഒരു കാര്യമുണ്ട്. ഈ ഷാമ്പു ഇടുമ്പോ നമ്മൾ എപ്പോഴും കുറെ വെള്ളത്തിൽ കലക്കി മുടിയേട്ടാണ്. മോയ്സ്ചർ കിക്കിന്റെ ഷോസ്കോഫിന്റെ ഷാമ്പു കാണിച്ചാൽ മോയ്സ്ചറൈസിംഗ് ആണ്. അതിങ്ങനെ തല കഴുകിയിട്ട് ഞാൻ ഇച്ചിരി കയ്യിലെടുത്തിട്ട് തലയോട്ടിയിട്ട് ഇങ്ങനെ ഇട്ട് മസാജ് ചെയ്ത് ശരിക്കും തലയോട്ടി കഴുകും. അപ്പൊ ഈ ഫംഗസ് താരന അതിനൊക്കെ ഒത്തിരി പരിധിയുണ്ട്. അത് പൊക്കോളും. അത് കഴിഞ്ഞ് മുടി കഴുകി ഉണങ്ങിക്കഴിഞ്ഞാണ് ഞാൻ ഒന്ന് തോർത്തിയിട്ടാണ് ഞാൻ കണ്ടീഷണർ ഇങ്ങനെ ഇടുന്നത്. കണ്ടീഷണർ ഇടുമ്പോ തലയോട്ടിയിൽ ഇടണ്ട. സ്പായ്ക്ക് തലയോട്ടിയിൽ ഇടാൻ പറ്റാത്തതാണ് ഇപ്പോൾ കണ്ടീഷണർ തേക്കണം. ഇങ്ങനെ അങ്ങ് മസാജ് ചെയ്തിട്ട് തലയിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് മേല് കഴിക്കും. അത് കഴിഞ്ഞ് അവസാനം തല കഴിക്കും. ഉണങ്ങുമ്പോ സിറം തേക്കും. അങ്ങനെയാണ്. ഈ കൊച്ചിന്റെ ഓയിലി ഹെയർ ആണെന്നാ പറഞ്ഞത്. അപ്പൊ ഇതിന് ഒത്തിരി സിറത്തിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ആ കൊച്ചിന് ചൊറിച്ചിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു തലയോട്ടി. അപ്പൊ ഞാൻ പറയുന്നത് ഈ പൊടി പണ്ടത്തെ കാലം പോലെയല്ലോ. അപ്പൊ മോയ്സ്ചർ കിക്കിന്റെ ഷാമ്പു മേടിച്ച് തലയോട്ടി ഇങ്ങനെ മോയ്സ്ചറൈസിങ്. മറ്റേ എല്ലാ ഷാമ്പു കൊടുത്ത് തലയോട്ടി തേക്കാതെ വെക്കാം. തലയോട്ടി ഡ്രൈ ആവും. മോയ്സ്ചർ കിക്കിന്റെ ഷാമ്പു മോയ്സ്ചറൈസ് തലയോട്ടിക്ക് ഒത്തിരി നല്ലതാണ്. അപ്പൊ അങ്ങനെയൊന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കി. താരനുള്ളവരൊക്കെ ഷോസ്കോഫിന്റെ മോയ്സ്ചർ കിക്കിന്റെ ഷാമ്പു. ഇനി ഇതിന്റെ പേര് ചോദിച്ചാൽ എപ്പോഴും വിളിക്കുന്നത് ഷോസ്കോഫ്. അതിന്റെ സ്പെല്ലിങ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ഞാൻ ഇതാ സ്പെല്ലിങ് കണ്ടല്ലോ അല്ലെ. അത് ആ ഇതിൽ കയറിയ മോയ്സ്ചർ കിക്കിന്റെ ഷാമ്പു കിട്ടും. ഇത് സ്പായ ഷാമ്പു, കണ്ടീഷണർ, സിറം ഒക്കെ ഈ കമ്പനിയുടെ ആട്ടോ നമ്മൾ യൂസ് ചെയ്യണേ. ഇനി ഇതിന്റെ സ്പെല്ലിങ് കാണാണ്ട് പഠിക്കാം. ശരി എന്നാ. ഈ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞിട്ടോ ഈ മുടി റീയടിക്കാൻ വന്നത്. ആദ്യം വന്നപ്പോഴത്തെ മുടി ഒന്നും അല്ല. ഇപ്പൊ യേശുവിന്റെ കിടക്കില നന്നായിട്ട് തിക്കായിട്ട് മുടി ഉണ്ട്. ഇപ്പൊ ചെയ്തപ്പോഴും ആവശ്യത്തിന് മുടിയുണ്ട്. ഇനി ഇപ്പൊ മുടിയില്ല എന്നുള്ളൊരു പരാതി ആരും പറയില്ല. ആവശ്യത്തിന് മുടിയില്ല. ഇതിപ്പോ ആവശ്യത്തിന് മുടിയുണ്ട്. ഞാൻ പറയുന്നത് കുറെ അടുത്ത തവണ വെട്ടപ്പോ ഇത്ര ഇരുന്നത് ഇത്രയും വെട്ടിക്കളഞ്ഞു അറ്റം. ഓരോ തവണ അറ്റം വെട്ടം. അപ്പോഴൊക്കെ നല്ല തിക്കായി. അപ്പൊ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നവർ പറയും മുടി പോകുന്നില്ല. ഈ വന്നതൊക്കെ നല്ല കാറ്റ്. ഇവിടെയൊക്കെ നല്ല തിക്നെസ് ഉണ്ട്. ഫ്രണ്ടിൽ വെച്ചാൽ മുടി കുറവുള്ള ആളാണ്. പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ടിൽ മുടി വന്നു കേട്ടോ. ശരിക്കും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏത് പ്രായവും ഇതൊന്നും നോക്കണ്ട. മുടി ആഫ്റ്റർ കെയർ ഷാമ്പു, കണ്ടീഷണർ, സിറം, സ്പായ്, മൾട്ടി വിറ്റാമിൻ മുടി ഉണ്ടെങ്കിൽ ഏത് മുടിയും ആവശ്യത്തിന് മുടി ഉണ്ടായിക്കോളും. അങ്ങനെ ആരും നിരാശപ്പെടണ്ട. ഇത്രയും സംഭവം ചെയ്താൽ എല്ലാവരുടെ മുടി ഇങ്ങനെ കിടന്നാൽ എന്നാ സുഖം. മുടിനെ പറ്റി ചിന്തിക്കേ വേണ്ടത്. ഇങ്ങനെ നമുക്ക് എഴുതി പോണെങ്കിൽ ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി. കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി. അപ്പൊ തന്നെ മുടി ഓക്കെ ആകും. നമുക്ക് കാര്യങ്ങൾക്ക് ഒരു ഇതായി പെട്ടെന്ന് ഹെയർ മേക്ക് ഓവർ ഇത് മനുഷ്യരെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യും. എന്ത് ഡ്രസ് ഇട്ടാലും ഹെയറിന്റെ പൂരൊക്കെ പോകും. ഇങ്ങനെ ഇരുന്നാ എല്ലാരും ഇങ്ങനെ ട്രീറ്റ് ചെയ്യണ കാലമായി. എല്ലാരും തന്നെ മുടി ഒത്തിരി ശ്രദ്ധിക്കുക. മുടിയിൽ പല്ലും സ്കിന്നും ദൈവം നമുക്ക് തന്നിരിക്കുന്നത് കാശ് കൊടുത്താൽ കിട്ടില്ല. ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഇത് കാശ് മുടക്കി നമ്മളിപ്പോ ഇങ്ങനെ ആക്കണത്. അത് കൂടമുടിയൊക്കെ ആയി ഉള്ളൊക്കെ പോയി നമ്മൾ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കാനിട്ട്. അപ്പൊ ദൈവകൃപ തന്നതിനെല്ലാം വിലയേറിയതായിട്ട് കാണുക. ദൈവത്തിന്റെ സൃഷ്ടിപ്പ് നമ്മളിലുള്ള ഓരോന്നും വിലയേറിയതായിട്ട് കണ്ട് പരിപാലിക്കുക. അപ്പൊ അതത്ര വിലയേറിയതാണ്. ശരി. ഈ മോളെ ഹെയർ മേക്ക് ഓവറിന് വന്നതാണേ. ഈ മുടി ഇപ്പൊ കാണുന്ന സോഫ്റ്റ് സിൽക്കി ഹെയർ എണ്ണയൊക്കെ ഉണ്ടായിട്ടാണെന്ന് അറിയാൻ പാടില്ല. സോഫ്റ്റ് സിൽക്കി ഹെയർ. ഈ മോക്കളുടെ മുടിയുടെ പ്രത്യേകത ഇവിടുന്ന് മാത്രമേ ഈ കൊച്ചിന് മുടിയുള്ളൂ. ഇത് കഴുകി കഴിയുമ്പോ ഇതിലെ കൂടെയൊക്കെ എഴുന്നേറ്റാണ്. ഇവിടുന്ന് മാത്രം. ഇവിടെയൊക്കെ കണ്ടോ ഫ്രണ്ട് കാണിക്കണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ തലയോട്ടി കണ്ടോ. ഇവിടെ അപ്പടി പൊക്കി പിടി ഫോൺ. കണ്ടോ ഇവിടെ ഫ്രണ്ടിൽ ഇത്രയും പ്രദേശത്ത് മുടി എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഇവിടെയുള്ള മുടിയേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഈ മുടി കണ്ടാ നമുക്ക് മുടിയില്ല എന്നുള്ളൊരു തോന്നലും ഇതൊക്കെയാണ്. അപ്പൊ അടിയിൽ കേളൊന്നും വേണ്ടാന്നാ പറഞ്ഞേ. ഫുള്ള് തോന്നിക്കല് കുറയും കേളാക്കുമ്പേ. ശരി. അപ്പം യേശുവിന്റെ കൃപയാല് ഏറ്റവും മനോഹരമായ കാഴ്ച ഒരു 4 മണിക്കൂർ കഴിയുമ്പോ കാണാം. ഈ നോക്കണ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല. ഫ്രണ്ട് അടപ്രഥമം പോലെ ഇരുന്നത്. ഈ മോക്കടെ ഒന്ന് വികസിച്ചു. സാധാരണ ഭയങ്കര സിൽക്കി ഹെയർ ആയിരുന്നു.
ഇതൊരു ഒട്ടൽ തന്നെയാട്ടോ. ഇത് നിങ്ങൾ കണ്ടില്ലേ? ഇത് നോക്കാം. ആ കൊച്ചിന് വിശ്വാസമില്ല. അതിന്റെ ഫ്രണ്ടൊക്കെ എടുത്തിട്ടെങ്കിൽ എനിക്ക് ഇതൊരു പരസ്യമായാണ്. എന്നിട്ട് ചിരിച്ചോണ്ടിരിക്കുക. 10-15 വയസ്സ് കുറഞ്ഞേ. ഇവിടെ ഓട്ടയൊക്കെ ഇല്ല, തലയോട്ടിയാലുള്ള ഇതുണ്ടോ? ഓട്ടയൊക്കെ ഫില്ലായി. ഇവിടെ നോക്ക, ഇവിടെ കാണിച്ച് ഇവിടെ പതിഞ്ഞിരുന്നേടൊക്കെ ബും ബും എന്നായിട്ടോ. മുടിയൊക്കെ ഇങ്ങനെ അട്ട പോലെ ഇരുന്നത് ഇവിടെയൊക്കെ മുടിയായി, ഫ്രണ്ടൊക്കെ മുടിയായി. ഓട്ടയൊക്കെ അടഞ്ഞു. ഇനി ഈ ഓട്ടയൊന്നും കാണണം, ഓട്ടയൊന്നും കാണരുത്. ഓട്ട കണ്ട അവിടെ പിന്നെ മുടി പോയത്. ഇഷ്ടം പോലെ മുടി. ഇത്രയും മുടിയൊക്കെ പോയി വരും മനുഷ്യർക്ക്. ഇഷ്ടം പോലെ മുടി. ഞങ്ങളൊരു ടെക്നിക്കലി ഡിഫറന്റ് ആയിട്ട് ഇച്ചിരി ബോഡിയെ തോന്നിക്കാൻ ഹെയർ ലാക്സിങ് ഞാൻ ഇച്ചിരിയോടെ ഒന്ന് ശ്രമിച്ചു. അധികം ഒട്ടിപ്പോകണ്ടെന്ന് പറഞ്ഞ ഇച്ചിരിയോടെ ഒന്ന് ടെക്നിക്കലി ഒന്ന് അന്നേരം ഭയങ്കരമായിട്ട് വികസിച്ചു. യേശുവിന്റെ കൃപാന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിമനോഹരമായിട്ടുണ്ട്. ഇതിനി ആഫ്റ്റർ കെയർ ഷാമ്പൂ, കണ്ടീഷണർ, സിറോം, സ്പായൊക്കെ ചെയ്ത് പിന്നെ വിറ്റാമിൻ, മൾട്ടി വിറ്റാമിൻ കൂടി കഴിക്കണം. ഇച്ചിരി വൈറ്റ് കെയർ ഒക്കെ ഉണ്ട് ഫ്രണ്ടില്. അതൊക്കെ ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ഒന്ന് ചെയ്ത് ഞാൻ അറ്റം പോലും പറ്റിയിട്ടില്ല കേട്ടോ. വീഡിയോ പിടിച്ചു ഉടനെ വന്ന വലിയ വീഡിയോ ചെയ്തു. അറ്റമൊക്കെ ഇപ്പൊ കണ്ട നാച്ചുറൽ ഹെയർ എന്നല്ലേ തോന്നുള്ളൂ. അറ്റം വേണമെങ്കിൽ വെട്ടിയ അറ്റം വെട്ടുമ്പോ ഇച്ചിരി നാച്ചുറാലിറ്റി പോവും. അതാ ഞാൻ ഇങ്ങനെ എടുത്തത്. അറ്റം വെട്ടാണ്ട് എടുത്തതേ. അറ്റം വെട്ടിയിട്ട് വീഡിയോ പിടിക്കുമ്പോ ഇച്ചിരി ഒരു നാച്ചുറാലിറ്റി പോകുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ശരിക്കും അപ്പൊ തന്നെ ഇത് ഭംഗിയാലെ അതിമനോഹരമായ കാഴ്ച കാണാൻ ദൈവം അനുഗ്രഹിച്ചത്. അടിപൊളി, എന്ത് ഭംഗിയ. ഈ മോളെ ഹെയർ മേക്ക് ഓവറിന് വന്നാട്ടോ. വന്നപ്പോ എണ്ണയൊക്കെ നന്നായിട്ട് തേച്ച് ഞാൻ സിൽക്കി ഹെയർ. ഇപ്പൊ എന്തിനാ ചെയ്യുന്നതെന്നൊക്കെ കഴിക്കുന്നൊക്കെ ആണെങ്കിൽ എത്രത്തോന്നും അതിന്റെ രൂപമാണ് കേട്ടോ. പിന്നെ കുറച്ചാട്ടോ പിള്ളേരോടൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. വിറ്റാമിൻ ഗുളിക കഴിക്കുക എന്നൊക്കെ പറയുമ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്രൈനസ് മാറ്റുക. വല്ല ഒമേഗ 3 ഒക്കെ കഴിച്ചത് കൂടെയൊക്കെ പൊട്ടി കുഞ്ഞി കൊച്ച നല്ല മുടി. ഇതിലിങ്ങനെ ഇങ്ങനെ ആക്കി കിടന്നുകൊണ്ടിരുന്ന വന്നപ്പോ കുഴഞ്ഞു കെട്ടി ഇതിങ്ങനെ. അപ്പൊ ഞാൻ ഈ സിൽക്കി ഹെയർ ഇങ്ങനെ വന്നു. ഇതിപ്പോ ഞാൻ കഴുകിയിട്ട് ഡ്രയർ വെച്ചതാ. ആ സമയം കാരണം ഞാൻ വന്ന് വീഡിയോ എടുക്കാൻ താമസിച്ചത് ഇങ്ങനെയൊക്കെ വന്നേ. അപ്പൊ ഡ്രയർ വെച്ചപ്പോ നന്നായിട്ട് വികസിച്ചു. കരിയ കൂടെ അപ്പടിയും പോകാം. അപ്പൊ ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ട് ഈ പ്രായത്തിലേ. അപ്പൊ ആ ഫ്രഷ്നെസ് മാറണം. അത് ഉള്ളിലും മാറണം കേട്ടോ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാതെ, എല്ലാവർക്കും ഉള്ളിലിപ്പോ ഫ്രഷ്നെസ്സാ. എനിക്ക് അവിടെ കെമിക്കലൊക്കെ ചേർന്ന ഫുഡുകൾ കഴിച്ച് ഉള്ളപ്പോഴും ഡ്രൈ ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ സകല മനുഷ്യർക്ക് ഈ ഫ്രഷ്നെസ് വരോ. കേരളത്തിലെ ഹെൽത്ത് ഒത്തിരി പരിതാപകരമായിട്ടോ. നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും തന്നെ പിള്ളേരും ഒക്കെ ശ്രദ്ധിക്കണം. വൈറ്റ് കെയർ എല്ലാവർക്കും വന്നിട്ട് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഉള്ള് കൂളാവണം. ഉള്ള് ചൂടായി ഭയങ്കര ഡ്രൈനെസ് വരുക. അപ്പോ ഈ മുടി അതിമനോഹരമാകുന്ന കാഴ്ച ഒരു 4 മണിക്കൂറേക്ക് കാണാം. മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ആദ്യത്തെ മുടി നിങ്ങൾ കണ്ടായിരുന്നല്ലോ. സിൽക്കി ഹെയർ ആയിട്ട് 2 വള്ളിയായിട്ട് കിടന്ന. പക്ഷെ സിൽക്കി ഒന്നും അല്ലാന്നോ. കഴുകി കഴിഞ്ഞപ്പോ ഡ്രൈ ആയിട്ട് പൊട്ടിപ്പൊളിഞ്ഞ ചീമ്പാൻ പോലും പാടില്ല. അപ്പൊ സിൽക്കി ഇപ്പൊ കൈയിട്ട സോഫ്റ്റ് ആയിരിക്കണം. നല്ല ഉള്ളു. ഇത്ര ഉള്ളു നിങ്ങൾക്ക് തോന്നിയായിരുന്നോ ആദ്യം കണ്ടപ്പോ? അടിപൊളി സംഭവമായി. ആദ്യം വന്നപ്പോ കാണാം. ഞാൻ കഴുകി കഴിഞ്ഞാണ് ഫോട്ടോ വീഡിയോ പിടിച്ചത്. വന്നപ്പോ കണ്ടെങ്കിൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോയാല്. ഇതിപ്പോ അതിമനോഹരമായിട്ടുണ്ട്. ഇപ്പൊ ഇഷ്ടപ്പെട്ട മോളെ? ഇഷ്ടപ്പെട്ടു എന്നാട്ടെ പറഞ്ഞ. മുഖം കാണാൻ പാടാത്താണ് എന്നാ പറയാൻ നിങ്ങൾ അറിയണില്ലോ. ഏതായാലും ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ എടുത്തിരിക്കുമ്പോ ഇഷ്ടമാണെന്ന് പറയില്ലോ. എന്നായാലും നന്നായിട്ടുണ്ട്. ഹലോ. 2 ഹെയർ മേക്ക് ഓവർ, 2 നാത്തൂമാര്. കുടുംബ ഐക്യതയിലുള്ളതാട്ടോ. സ്നേഹമുള്ള നാത്തൂമാര്. പണ്ട് നാത്തൂമാർന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നേരെ തിരിച്ചാ. അതിന് മുടി നാത്തൂമാര് ഒരുപോലെ. അതെങ്ങനെ കുടുംബയോഗ്യമായിട്ട് വന്നു നടത്തുന്നുണ്ടാ നോക്കാം. ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. ഇനി ഇത് യേശുവിന്റെ കൃപയാൽ ഇതിലേക്ക് നോക്കാം. സൂക്ഷ്മതയോട് കൊടുക്കാം. കൊച്ചു പിള്ളേരാട്ടോ. നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യസ്ഥിതി ഇതിൽ നിന്ന് വ്യക്തമാകും കേട്ടോ. പൊട്ടിപ്പൊളിഞ്ഞ് അവശത പിടിച്ചു കിടക്കാൻ കണ്ടല്ലോ അല്ലെ. ഇതിന് പരസ്യത്തിന് വല്ലണം മുടിയാക്കി തരാൻ യേശുവിന്റെ കൃപയാൽ സാധിക്കും. അത് നമുക്ക് 4 മണിക്കൂർ കഴിയുമ്പോൾ കാണാം. നാത്തൂമാരുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഒരു നാത്തൂരിന്റെ കണ്ട ആ മുടി നിങ്ങൾ അന്നേരം കണ്ടതല്ലേ. ഇപ്പൊ വേണ്ട പനങ്കൊല പോലെ. ഇനി ആഫ്റ്റർ കെയർ ഷാമ്പൂ, കണ്ടീഷണർ, സിറം
ഇവിടെയൊക്കെ തലയോട്ടി കാണണമൊക്കെ കാണിച്ചതായിരുന്നു. ഇപ്പൊ തലയോട്ടി ഒന്നും കാണാൻ പാടില്ല കേട്ടോ. ഇനി വേണ്ട മുടിയായി. ആൾക്കാർ രണ്ടുപേരും ഞെട്ടിയിരിക്കും കേട്ടോ. രണ്ടെണ്ണം ബോധം കെട്ടിരിക്കുക. പിള്ളേര് ഇപ്പൊ വീട്ടിൽ ചെല്ലുമ്പോ മക്കളെ അമ്മേനെ വിളിക്കാൻ പറയുമെന്ന് പറഞ്ഞ് ഞങ്ങള് കളിയാക്കിക്കൊണ്ടിരിക്കുവാണേ. ഇവിടെ ഇച്ചിരി ഞങ്ങൾ കേളിട്ടായിരുന്നു ചെയ്തേ. ഇത് ഇങ്ങനെ അയൺ മെഷീനിൽ പയ്യൊന്ന് കേളാക്കിയത് കേട്ടോ. പെർമനന്റ് ബ്ലോ ഡ്രൈ പയ്യൊന്ന് വളച്ചു കൊടുത്താൽ മതി, അപ്പൊ കേളാകും. അടി ഇച്ചിരി കേളിങ്ങിന് വേണ്ടി നമ്മള് ഇട്ട് അങ്ങനെ പെർമനന്റ് ബ്ലോ ഡ്രൈ പോലെ ചെയ്തത്. ഇത് നിങ്ങൾ കണ്ടതല്ല, ഭയങ്കര ഫ്രസിയ. മുഖമൊന്നും കാണിച്ചില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഒരു വെച്ച് ആദ്യമൊക്കെ വരുന്നവരെല്ലാം മുഖം കാണിക്കുവായിരുന്നു. ഈ പെണ്ണുങ്ങൾ മുഖം കാണിക്കാത്തത് എന്ത് കഷ്ടമാണെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ചിരിച്ചോണ്ടിരിക്കേണ്ട. മുഖം കണ്ടേ നല്ല രസം. എവർക്കത് ഒട്ടൽ വന്നില്ല. ചിലർക്ക് ഒട്ടൽ വരില്ലേ, ഇവർക്ക് ഒട്ടലും വന്നില്ല. ഇങ്ങനെ പൂതം പിടിച്ചിരിക്കലാണോ അത് ഒതുങ്ങിയപ്പോ ഭയങ്കര ലുക്ക്. രണ്ടുപേരും ആൾ മാറിയ പോലെ വേണ്ട. ഇതിപ്പോ പയ്യെ നമ്മളിങ്ങനെ ഒന്ന് അമക്കി കൊടുത്താട്ടോ. അപ്പൊ ഇവിടെ ഇങ്ങനെ പെർമനന്റ് ബ്ലോ ഡ്രൈ പോലെ ചെയ്ത കാരണം മറ്റേതിന് ഇങ്ങനെ വെച്ചാൽ നിവർത്തിയ ചിലരുടെ ഉള്ളു തോന്നിക്കും. ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ചുരുക്കളൊക്കെ ഇച്ചിരി ഇവിടെ ഒത്തിരി തിക്കായാലാണ് അതിന്റെ ഭംഗി കൂടുതൽ. പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്തോക്കെ കട്ടിയുള്ള മുടി തിക്കായാലാട്ടോ ഭംഗി കൂടുതൽ. ഈ കൊച്ചു നിവർത്തിക്കൊള്ളാൻ വന്നാൽ പിന്നെ ഞങ്ങൾ ഇച്ചിരി ഇടായിരുന്നു കേളിട്ടതാ. സെയിം മുടിയൊക്കെ ആയിരുന്നു. ഇതിനായാലും ഉള്ളുറവാണ്. ഇതിനെല്ലായിരുന്നു ഉള്ളുറവ്. പക്ഷെ ഇപ്പത്തെ കണ്ടോ നിവർത്തിയപ്പോ ഇതിനല്ലേ ഉള്ളു കൂടുതൽ ഒന്നിക്കാനൊക്കെ ആയതെന്നെ തല്ലിക്കൊല്ലും. ഇതിന് ഇങ്ങനെ നിവർന്നപ്പോ അതേ കൂടുതൽ ഉള്ള നീളവും വെച്ചു. ഈ ആശാത്തി 2 നാത്തൂനായങ്ങനെ അടി കൂടുതലായിരുന്നു പ്രത്യേകിച്ച്. അപ്പൊ ശരി എന്നാ. ഈ മോള് ഹെയർ മേക്ക് ഓവറിന് വന്നതാണ്. ഈ മോക്കടെ മുടിയൊന്ന് നോക്കിക്കേ. ഭയങ്കര ഡ്രൈ, ഭയങ്കര ഫ്രസി ഹെയർ ആട്ടോ. ഇത് യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ കാണാട്ടോ. ഭയങ്കര ഡ്രൈയാ, ലെയറായിട്ട് വെട്ടിയൊക്കെ ഇട്ടേക്കുക. കല്യാണം മോക്കടെ. അപ്പം മനോഹരമായ കാഴ്ച യേശുവിൻ്റെ കൃപയാൽ കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടട്ടെ. ശരി എന്നാ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് നല്ല ഹെയറാ. ഈ ഇങ്ങനെ വെള്ളമൊക്കെ മാറി ഹാൻഡ് വാട്ടർ ദുബായ് അങ്ങനെയൊക്കെ മുടിയുടെ ആ എണ്ണ അതിന്റെ പ്രോബ്ലം ഉള്ളൂ. നല്ല മുടിയാണ്. നോക്കിയിട്ട് അതിമനോഹരമായ നമ്മൾ പരസ്യത്തിലൊക്കെ കാണാൻ പോലെ. ഇനി ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി കേട്ടോ. ഷാമ്പൂ കണ്ടീഷണർ സിറമൊക്കെ ഇട്ട് ഇങ്ങനെ മുടി കൊണ്ടുവരുന്ന എന്ത് രസമാണ്. ഇപ്പൊ മുടി നമ്മുടെ കാര്യം നോക്കുമ്പോൾ ഹായ് എന്ന് പറയും നമ്മളെ മുടി നോക്കുമ്പോ. അപ്പൊ നമുക്ക് ദൈവം നല്ലതൊന്ന് കീപ്പ് ചെയ്യണം കേട്ടോ. വിലയേറിയതായിട്ട് കാണും നമ്മുടെ മുടിയും പല്ലും നമ്മുടെ സ്കിന്നും. ദൈവം തന്നതിനെ ഭയങ്കര വിലയേറിയതായിട്ട് കാണും. ബാക്കിയുള്ളത് പോലെ ഒന്നും അല്ല. ഒരു സാരിയോ ചുരിദാറോ സ്വർണ്ണമൊക്കെ എല്ലാം പോലെ ഒന്നുമല്ല. ഇതൊക്കെ ഒത്തിരി ദൈവം തന്നെ ഓരോന്ന് ഭയങ്കര വിലയേറിയതാ. അതിന് കടപിടിക്കുന്ന ഒന്നുമില്ല. അപ്പൊ മുടി, ഹെൽത്ത്, ആരോഗ്യമൊക്കെ അത് വന്നു ഇത് വന്നു ദൈവമേ എനിക്കത് വന്നല്ലോ എന്ന് പറയാണ്ട് ഹെൽത്തൊക്കെ ഇടയ്ക്കൊന്ന് ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും കുറവുണ്ടോ ഒന്ന് ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഡ്രൈനസ് ഒക്കെ വരുമ്പോ ഉള്ളിലത്തെ ഹെൽത്തൊക്കെ. കേരളത്തിന്റെ ഹെൽത്ത് ഭയങ്കര മോശം. എല്ലാവർക്കും വൈറ്റ് ഹെയറും ഭയങ്കര ഡ്രൈ ആ ഹെയറൊക്കെ. അങ്ങനെ വലിയ പ്രോബ്ലം ആണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അമ്മമാരും മക്കളെയും അവരാണ് ശ്രദ്ധിക്കാണ് എന്റെ ഹെൽത്ത്. അപ്പൊ ശരി, നമ്മളെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ തലയാട്ടിയത്. ഈ മോളെ ഹെയർ മേക്ക് ഓവറിന് വന്നതാണ്. മോളെ കുഞ്ഞി കൊച്ചാട്ടെ. ഈ മോളെ നിർബന്ധിച്ച മുഖം കാണിക്കണം. നിങ്ങൾ എപ്പോഴും പറയുക കഴിഞ്ഞ ദിവസമൊക്കെ എല്ലാരും കൂടി കുറയുന്ന കാണിക്കാനുള്ളൂ. അപ്പൊ ഇതിനെ ആ ബലമായിട്ട് പിടിച്ചു നിർത്തിയതാ. ഫ്രിസി ഹെയർ. ഇതിപ്പോ ഇച്ചിരി എണ്ണയൊക്കെ ഉണ്ട് എന്നിട്ടാട്ടോ ഇത്രയും. പക്ഷെ എന്റെ കൈ ഇപ്പൊ തൂക്കിയിട്ട് അവിടെ ഈ മുച്ചിന് വേദന എടുക്കണം. കാരണം ഈ കൈ കണ്ട കിടക്കുന്നത്. അപ്പൊ യേശുവിന്റെ കൃപയാല ഈ ഹെയർ പരസ്യത്തിന് വരുന്ന ഹെയർ ആണ്. അതിന്റെ അതിമനോഹരമായ കാഴ്ചയാണ്. മുടിയൊന്നും ഫ്രണ്ടിലൊക്കെ ഒത്തിരി കുറവാട്ടോ. ഇവിടെ മുടിയിൽ വരുന്ന സംഭവമില്ല. അതിപ്പോ ഈ കൊച്ചിനെ തന്നെയല്ല, ന്യൂജനും ഒന്നിനുമില്ല. എപ്പോഴും പേരൻസും പിള്ളേരും ശ്രദ്ധിക്കുക. നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലുത്. ഹെൽത്തി അല്ലെങ്കിൽ കാണുന്ന അസുഖമൊക്കെ കയറി പിടിക്കും. അസുഖം വന്നിട്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ബാക്കി സമ്പത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. നമ്മളിലെ ക്രിസ്തുവേശു മുഖാന്തരം നമുക്ക് ലോകത്തിൽ ജയാളിയാകും. ഹെൽത്ത് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. അസുഖം കൊണ്ടുവരുന്ന യേശു അല്ല. നമ്മൾ ആരോഗ്യം നോക്കാണ്ടിരുന്നാണ് നമുക്ക് അസുഖങ്ങൾ തന്നെ. ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് നന്നായിട്ട് വേണം. ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ്
ഇത് ഇങ്ങനെ അടിയിൽ ഇച്ചിരി കേവിട്ടാണ് ചെയ്ത് ഒരു പൊടിക്ക് കേടുമായിട്ട്. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്യുമ്പോ ഇങ്ങനെ കേടാക്കുവാണെങ്കിൽ നന്നായിട്ട് കേട് കിട്ടുവേ. പെർമനന്റ് ബ്ലോഡർ ഈ ആശാത്തി അമ്മയ്ക്ക് നിവറിനെ ഇഷ്ടം, മോക്ക് ഇച്ചിരി കേടാക്കിയ കൊള്ളാമുണ്ടായിരുന്നു. അപ്പൊ ചെറിയൊരു കേട്, നല്ല ആദ്യം കണ്ടില്ലായിരുന്നു, നല്ല കേടുള്ള മുടിയായിരുന്നു. അപ്പൊ ഇപ്പൊ ഇങ്ങനെ കിട്ടും, നല്ല മുടിയാ. ഇനി ഇത് നന്നായിട്ട് പരിപാലിച്ച മുടി നല്ല കനമുള്ള മുടിയാ. അപ്പൊ നല്ല മുടിയാണ്, നന്നായിട്ട് പരിപാലിച്ചാല് ഇത് നല്ല കട്ടിക്ക് തിക്നെസ് ഉണ്ടാകുന്ന മുടിയാണ്. മുടിയാണ്ട് എന്റെ മാനം നല്ല തിക്നെസ് ഉള്ളതല്ലേ, കട്ടിയുള്ള മുടിക്ക് ഭയങ്കര തിക്നെസ് ഉള്ള മുടിയാ. കട്ടിയുള്ള മുടിക്ക് ശരിക്കും ഭയങ്കര തിക്നെസ് പണ്ട് പോലെ തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഡ്രൈനെസ് ഇപ്പൊ ഇല്ല. ആദ്യം കൈ എണ്ണിട്ടിട്ട് അവിടെ തൂമ്പരൊക്കെ വന്നു, ഇപ്പൊ ഡ്രൈനെസ് ഇല്ല. ഈ ഷാമ്പൂ കണ്ടീഷണർ സിറോക്കെ ഇട്ട് ഭയങ്കര സോഫ്റ്റ് ആക്കി ഇങ്ങനെ കൊണ്ടുവരണം മതി കേട്ടോ. ഇങ്ങോട്ട് ഇതുപോലെ നല്ല ചെറിയൊരു വേഴ്സ് ആയിട്ട് ചെറിയൊരു വേഴ്സ് പോലെ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ചെറിയൊരു കേടാക്കി നല്ല രസമായിട്ട് ചെറിയൊരു കേടായിട്ട് ഇങ്ങനെ കിടക്കുമ്പോ എല്ലാ മുടിയിലും ഇതിനെ ആക്കാൻ പറ്റൂല കേട്ടോ. എല്ലാ മുടിക്കേ പറ്റുള്ളൂ, റെയർ ആയിട്ടുള്ള മുടിക്ക് പറ്റുള്ളൂ. നീളം ഇത്രയൊക്കെ ഉള്ളതിന് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ കൊച്ചെ ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെട്ടു എന്നാ കൊച്ചു തിരിഞ്ഞെന്ന് പറഞ്ഞോട്ടോ. ശരി എന്നാ. ഈ കുഞ്ഞിക്കിടാപ്പി ആങ്ങളുടെ കല്യാണത്തിനോടനുബന്ധിച്ച ഹെയർ മേക്കോടെ വന്നതാണ്. ആങ്ങളെ കെട്ടുന്ന പെൺകൊച്ചൊക്കെ അടിപൊളി സ്റ്റൈലിഷ് അവിടെ ഒന്ന് ഹെയർ ഒക്കെ ചെയ്തു. അപ്പൊ കുഞ്ഞിക്കിടാപ്പിക്ക് ഒരാഗ്രഹം, കുഞ്ഞിക്കിടാപ്പിയുടെ മുടി കണ്ടോ ഇങ്ങനെയൊക്കെ ഇരിക്കുവാണ്. അപ്പൊ നമുക്ക് മുടിയുടെ ഇത് കുഞ്ഞിക്കിടാപ്പിക്ക് മണ്ണുണ്ടായിട്ട് ക്ഷീണിച്ചതാ. അപ്പൊ മുടിക്കൊക്കെ അങ്ങനെ വരുമ്പോ ഇച്ചിരി പ്രശ്നം വരുമല്ലോ. നോക്കാം, ഈ മുടി കണ്ടോ, ഇന്ന് ക്ലോസപ്പ് കാണിച്ച മുടി, ആ മുടിയുടെ അവസ്ഥ കണ്ടോ കേട്ടോ. അപ്പൊ ഇനി കുറച്ച് കഴിയുമ്പോ കുഞ്ഞിക്കിടാപ്പി ഫിലിം സ്റ്റാർ പോലെയാണത്. യേശുവിന്റെ കൃപയാൽ 4 മണിക്കൂർ നമുക്ക് കാണാം. കുഞ്ഞിക്കിടാപ്പിയുടെ മുടി ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ആ മുടി ഇത്രയായിട്ടോ, ഇവിടെ ഇരിക്കുന്നത് ക്ലോസപ്പ് ഉണ്ട്. ഇത് ഇവിടെ വെച്ചൊക്കെ വെട്ടി ഇങ്ങനെ റൗണ്ട് അടിച്ചിടണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു വീട്ടിൽ ചോദിച്ച അനുവാദമൊക്കെ മേടിച്ചിട്ട് മതി. ഇതേ ആ മുടിയാണോ നിങ്ങൾ നോക്കാം. ഇപ്പൊ ഇത്രയുണ്ട്. ഫ്രണ്ടപ്പടി നടത്താൻ കലാപരിപാടി ചെയ്ത കുരുകുരൂന്ന് മുച്ചിട്ടേക്കോട്ടോ ഫ്രണ്ട്. ഇങ്ങനെ എല്ലാത്തിനും ഇത്രയും നീളമുണ്ട്. ഇതാണ് എല്ലാത്തിനും നീളം. സ്വയം കലാപരിപാടിയിലാണ്. ആങ്ങളുടെ കല്യാണമായപ്പോ ആങ്ങളെ കൊണ്ടുവന്ന ഞങ്ങളെ സുന്ദരിയൊക്കെ കൊണ്ടുവന്നതാണ്. ഇനിയിപ്പോ ഞങ്ങള് മുടിയൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചോളാന്ന് പറയണം. ഇഷ്ടപ്പെട്ട ചെകരെ? ഒന്നാട്ടോ പറഞ്ഞേ. ശരി എന്താ.